ഡിയർ ഓൾ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ കീസ് ആണ്. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ കീസ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത്, ഇതാണ് നമ്മൾ ഇന്ന് ഈ ഡ്രോയിങ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ മെക്കാനിക്കൽ കീസ്? സോ മെക്കാനിക്കൽ കീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ പീസ് ഓഫ് മെറ്റൽ, സ്റ്റീലാണ്, ആൻഡ് ദേ ആർ യൂഷ്വലി ഇൻസേർട്ടഡ് ബിറ്റ്വീൻ the shaft and an object that is mounted over the shaft. അതായത് ഒരു ഷാഫ്റ്റും ആ ഷാഫ്റ്റിൻ്റെ മേളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ ഈ മെക്കാനിക്കൽ കീസ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് റിലേറ്റീവ് മോഷൻ, റിലേറ്റീവ് ആയിട്ടുള്ള സർക്കുലർ മോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെക്കാനിക്കൽ കീസ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ പുറത്ത് കൂടെ നമ്മൾ ഒരു പുള്ളിയോ അല്ലെങ്കിൽ ബെയറിങ്ങോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കോമ്പണൻറ്റ് ഹബ്ബോ വല്ലതും വെക്കുകയാണെങ്കിൽ അത് രണ്ടും തമ്മിൽ ടൈറ്റായിട്ടിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് റൊട്ടേഷണൽ മോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ മെക്കാനിക്കൽ കീസ് ഉപയോഗിക്കുന്നത്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്, നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് റിലേറ്റീവ് റൊട്ടേഷൻ, പക്ഷേ it will or it may provide a sliding movement along the shaft axis. അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഈ രണ്ട് കോമ്പണൻസും തമ്മിൽ, അതായത് ഷാഫ്റ്റും ആ ഷാഫ്റ്റിൻ്റെ പുറത്ത് മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പുള്ളി അല്ലെങ്കിൽ ഒരു ബെയറിങ്ങുമായിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ഒരു സ്ലൈഡിങ് മോഷൻ ചില കേസുകളിൽ പെർമിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് റൊട്ടേഷണൽ മോഷൻ നമ്മളവിടെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനവിടെ സ്റ്റോപ്പ് ചെയ്യും. So that is the function of a mechanical key, and they are temporary fastening devices. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഷാഫ്റ്റിനെയോ അല്ലെങ്കിൽ ആ ഒരു ബെയറിങ്ങിനെയോ പുള്ളിയോ നമുക്ക് എടുത്ത് മാറ്റി വേറെ പുള്ളി വെക്കണമെന്നുണ്ടെങ്കിൽ we can take out this mechanical key and remove this assembly. അപ്പോൾ ഇതൊരു ടെമ്പററി ഫാസ്റ്റനിങ് ആണ്, ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോയിനിങ് അല്ല. And usually mechanical keys are made up of mild steel. Mild steel യൂസ് ചെയ്യാനുള്ള കാരണം ഇത് ഷാഫ്റ്റും അല്ലെങ്കിൽ ആ ഷാഫ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പുറത്ത് മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് പുള്ളിയാവാം അല്ലെങ്കിൽ ബെയറിംഗ് ആവാം അല്ലെങ്കിൽ ഹബ് ആവാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേറ്റീവ് റൊട്ടേഷണൽ മോഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ ഷിയറിങ്ങും അതുപോലുള്ള ബെൻഡിങ് സ്ട്രെസ്സസ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും മിനിമലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ അതിൻ്റെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ മൈൽഡ് സ്റ്റീൽ ഹാസ് എ ഗുഡ് കപ്പാസിറ്റി ടു റെസിസ്റ്റ് ഷിയറിംഗ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ്, ഷിയറിംഗ് ആൻഡ് ബെൻഡിങ് ഓർ കംപ്രസീവ് സ്ട്രെസ്സസ്. സോ അവിടെ എപ്പോഴും ഒരു റൊട്ടേഷണൽ ബോഡിയിൽ നമുക്കൊരു റെസിസ്റ്റൻസ് വരുമ്പോൾ ഒരു ടോർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യും. സോ ആ ഒരു ടോർക്ക് കാരണമാണ് ആ ഒരു സ്ട്രെസ്സസ്, ഷിയറിംഗ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് നമുക്കവിടെ അനുഭവപ്പെടുക. അപ്പോൾ അത് നമ്മൾ ഒന്ന് മിനിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതൊന്ന് സസ്റ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്, കീ അത് ഫെയിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽഡ് സ്റ്റീൽ എന്ന മെറ്റീരിയൽ വെച്ചിട്ട് കീസിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ദീസ് കീസ് ആർ ഇൻസേർട്ടഡ് ഇൻ ഗ്രൂവ്സ് ദാറ്റ് ആർ കട്ട് ഇൻ ദ ഷാഫ്റ്റ്. അതിനാണ് നമ്മൾ കീ വേസ് എന്ന് പറയുന്നത്. ഐദർ ദ ഗ്രൂവ്സ് ക്യാൻ ബി കട്ട് ഇൻ ദി ഷാഫ്റ്റ്, ഒന്നുകിൽ ഷാഫ്റ്റിൽ നമുക്ക് ആ ഗ്രൂവ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഗ്രൂവ് നമ്മൾ അസംബിൾ ചെയ്ത് ഷാഫ്റ്റിൻ്റെ പുറത്തേക്ക് അസംബിൾ ചെയ്ത് വെക്കുന്ന ആ കോമ്പണൻറ്റിനകത്താക്കാം, ലൈക്ക് പുള്ളിയിലോ അല്ലെങ്കിൽ ഹബിൻ്റെയോ ഇൻസൈഡ് എഡ്ജിനകത്ത് അല്ലെങ്കിൽ ഇൻസൈഡ് സർക്കംഫറൻസിൽ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടിലും, ഷാഫ്റ്റിലും ഷാഫ്റ്റിൻ്റെ പുറത്ത് നമ്മൾ അസംബിൾ ചെയ്യുന്ന ആ ഒരു കോമ്പണൻറ്റിലും രണ്ടിലും നമുക്ക് കീവേസ് കട്ട് ചെയ്യാം. സോ കീവേസ് ആർ യൂഷ്വലി ദേ ആർ made by a process called milling. വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ആ ഒരു കീ വേസ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ യു ക്യാൻ സീ ഹിയർ ദ പിക്ചർ, ദർ ഇസ് ഹൊറിസോണ്ടൽ മില്ലിംഗ്. ഇതൊരു മില്ലിംഗ് കട്ടറാണ്, ഒരു മില്ലിംഗ് മെഷീനിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു മില്ലിംഗ് കട്ടറാണ്. അത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇഫ് ദിസ് ടീത്ത് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ ഇറ്റ് വിൽ റിമൂവ് ദ മെറ്റീരിയൽ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ടീത്ത്, either the teeth or the workpiece will be moved relative to each other. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഒരു സ്ലോട്ട് പോലെ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ,
വെർട്ടിക്കൽ മില്ലിംഗ് ആണെങ്കിൽ യു വിൽ ഹാവ് എ മില്ലിംഗ് കട്ടർ ഇൻ ദി ഫോം ഓഫ് എ ഡ്രിൽ ബിറ്റ്. ഒരു ഡ്രിൽ ബിറ്റിൻ്റെ രീതിയിലായിരിക്കും ആ ഒരു മില്ലിംഗ് കട്ടർ ഉണ്ടാവുക. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് അവിടുത്തെ ആ ഒരു മെറ്റീരിയലിനെ കോണ്ടാക്ട് വരുമ്പോൾ അവിടുത്തെ മെറ്റീരിയലിനെ അത് റിമൂവ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബി ഐദർ മെയ്ഡ് ബൈ ഹൊറിസോണ്ടൽ മില്ലിംഗ് ഓർ വെർട്ടിക്കൽ മില്ലിംഗ്. അപ്പോൾ ഇതുപോലുള്ള ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ലോട്ട്സിനെ നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് കീ വേസ് എന്ന് പറയുന്നത്. So they are usually milled on the shafts or on the objects that are mounted over the shafts by means of milling process. ഇനി നമ്മൾ അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ ടേപ്പർ. കാരണം ചില കീസിന് നമ്മൾ നോക്കുമ്പോൾ ഒരു ടേപ്പർ റേഷ്യോ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് 1:20 അല്ലെങ്കിൽ 1:40, 1:100 എന്നൊക്കെ പറഞ്ഞ് ടേപ്പർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ദിസ് ടേപ്പർ ആൻഡ് ഹൗ ഡു വി കാൽക്കുലേറ്റ് ദിസ്? സപ്പോസ് വി ഹാവ് ആൻ ഒബ്ജക്റ്റ് വിത്ത് എ സിമിലർ ഡയമെൻഷൻ ലൈക്ക് ദിസ്. സപ്പോസ് ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിന് ആയിരിക്കും എന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ സെക്ഷനാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിലിണ്ടറിക്കൽ സെക്ഷൻ തന്നെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കോണിക്കൽ സിലിണ്ടറിക്കൽ സെക്ഷനാണ് എടുക്കുന്നത് ഇവിടെ. സോ ദി ലാർജർ ഡയമീറ്റർ ഇസ് D and the smaller diameter is small d. Here if you mean that the taper ratio is 1:k, 1:k എന്ന് പറഞ്ഞൊരു റേഷ്യോ ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളതെങ്കിൽ 1:k means that for every unit length k, the diameter will increase by a quantity of 1. അതാണ് ഈ 1:k യുടെ മീനിങ് എന്ന് പറയുന്നത്. സോ എവറി യൂണിറ്റ് ലെങ്ത്, അതായത് കെ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ എവറി കെ ഡിസ്റ്റൻസ് ദി ഡയമീറ്റർ ഇസ് ഇൻക്രീസിങ് ബൈ 1 mm അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ഏതാണെന്ന് വെച്ചാൽ അവിടെ തന്നിട്ടുള്ള യൂണിറ്റിൽ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും. സോ ഫോർ ദി എൻറ്റയർ ലെങ്ത്, if you see for the entire length L, total length L, there will be a large increase or a slight increase in diameter from small d up to capital D. So that increase in the diameter from small d to capital D is calculated by using this taper ratio. ഇതൊരു നമ്പർ ആയിട്ടായിരിക്കും നമുക്ക് തരിക, ലൈക്ക് 1:20 അല്ലെങ്കിൽ 1:100 etc. So how do you calculate? For example, if you are given this ratio, ഇങ്ങനെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ടേപ്പർ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ, and if you are given only one of the diameters, then how can you calculate the other diameter? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. In this case, you are given the larger diameter as 20. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. And you are given the taper ratio as 1:20. സാറിന് അത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. നമുക്ക് ഒരു ട്രയാങ്കിൾ പോലെ കാണിച്ചിട്ട് അതിനടുത്ത് ഇങ്ങനെ ഒരു ടേപ്പർ റേഷ്യോ കാണിക്കും. So now we need to find out what is this distance or the smaller diameter D. D എന്ന് പറയുന്ന smaller diameter നമുക്ക് കണ്ടുപിടിക്കണം. Capital D is given. So for that you are given the taper ratio as 1:20. So 1:20 എന്ന് പറഞ്ഞാൽ take 1/20, that is equal to 0.05. So this 0.05 into the total length L given is 45. So 0.05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the taper ratio for a given length. അതായത് 20 mm നമ്മൾ അതിൻ്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ, so this diameter will be equal to 20 minus 1, that is 19. ഇവിടുത്തെ ഡയമീറ്റർ നമുക്ക് അറിയാമെങ്കിൽ, if you take 20 mm to this side, നേരത്തെ നമ്മൾ പറഞ്ഞ കാൽക്കുലേഷനിൽ പോലെ, if you take 20 mm to this side, then this diameter will be equal to D plus 1. So that is the meaning of 1:20.
അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡയമീറ്റർ അറിയാത്തത് കാരണം വി ആർ കാൽക്കുലേറ്റിംഗ് ദ ഡയമീറ്റർ ഫ്രം ദി റൈറ്റ് ഹാൻഡ് സൈഡ്, ലാർജർ ഡയമീറ്റർ എടുക്കുകയാണ്. സോ ആഫ്റ്റർ 20 mm this diameter will be equal to 20 minus 1, that is 90. If that is the case, ഈ 45 mm കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ എത്രയായിരിക്കും? That can be calculated by using this formula. 1/20, അതായത് 0.05 ആണ്. 0.05 into the total length 45, that will give you 2.25. So 2.25 mm it is shown here. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 2.25, ഈ ഒരു ഡിസ്റ്റൻസ്. അതുപോലുള്ളൊരു 2.25 നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? So add these two, 2.25 and 2.25, it becomes 4.5. So 20 minus 4.5 will give you the distance 15.5, that is this diameter, smaller diameter D. So that is how you calculate the smaller diameter or the smaller distance in a tapered object when you are given the taper ratio and the larger side length or larger side diameter. ഇത് പറയാനുള്ള കാരണം നമുക്ക് പല കേസസ് വരുമ്പോഴും ചിലപ്പോൾ കീവേ ആയിരിക്കാം, ടേപ്പേർഡ് ആയിട്ടുള്ള കീസ് നമ്മളിത് പഠിക്കുന്നുണ്ട്, ടേപ്പേർഡ് കീസ് ആയിരിക്കാം. ഇവിടുത്തെ തിക്നെസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് തിക്നെസ് ബിക്കോസ് യു വിൽ ബി ഗീവൺ ഓൺലി ദ ടേപ്പർ റേഷ്യോ 1:20 അല്ലെങ്കിൽ 1:100 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേപ്പർ റേഷ്യോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഒരു ലെങ്തിന് തന്നിട്ടുണ്ടാവും. അതൊന്നും തന്നിട്ടില്ലെങ്കിൽ ബേസ്ഡ് ഓൺ സർട്ടൻ പ്രൊപ്പോർഷൻസ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് നമുക്കിതിൻ്റെ തിക്നെസ്, ഇതിൻ്റെ വിഡ്ത്ത്, ഇതിൻ്റെ ലെങ്ത് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Now let us come to the different classification of mechanical keys. Mechanical keysനെ മെയിൻലി 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സാഡിൽ കീസ്, സങ്ക് കീ ആൻഡ് റൗണ്ട് കീ. സാഡിൽ കീസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫോർ ലൈറ്റ് ലോഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഷാഫ്റ്റും ഷാഫ്റ്റിൻ്റെ പുറത്ത് മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് തമ്മിൽ ഒരു ലൈറ്റ് ലോഡാണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ദെൻ വി യൂസ് സാഡിൽ കീ. കാരണം സാഡിൽ കീ നമുക്ക് ഹെവി ഡ്യൂട്ടി പർപ്പസിനൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. only used for light loads. അത് തന്നെ 2 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഹോളോ സാഡിൽ കീ ആൻഡ് ഫ്ലാറ്റ് സാഡിൽ കീ. അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് അപ്കമിങ് സ്ലൈഡ്സിൽ വരുന്നുണ്ട്, വിൽ ഡിസ്കസ് ദാറ്റ്. ദെൻ സങ്ക് കീസ് ആർ യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി പർപ്പസസ്. അതായത് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ലോഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ സങ്ക് കീസ് യൂസ് ചെയ്യുന്നത്. Sunk keys again are divided into 4 different types: taper sunk key, parallel sunk key, this is feather key and woodruff key. 4 different classifications ആണ് നമുക്ക് sunk keysനകത്ത് വരുന്നത്. Again we have another key known as a round key. A round key again it is used for medium to heavy duty purposes. അതിന് 2 ടൈപ്സ് ഉണ്ട്, പാരലൽ പിൻ ടൈപ്പ് ആൻഡ് ടേപ്പർ പിൻ ടൈപ്പ്. സോ യു വിൽ സീ ഇൻ ഡീറ്റെയിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ആൻഡ് ദർ കൺസ്ട്രക്ഷൻസ്. സാഡിൽ കീ. സാഡിൽ കീ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ടേപ്പർ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടേപ്പർ അതിനകത്ത് ഉണ്ടാവും. സോ ദിസ് ഇസ് ദ കീ, then there will be a small taper on one side. ഒരു സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും, ഒരു സൈഡിൽ ചെറിയൊരു സ്ലാൻഡിങ് ഉണ്ടാവും. യൂഷ്വലി ദ ടേപ്പർ റേഷ്യോ വിൽ ബി 1:100. ആൻഡ് ദി സാഡിൽ കീസ് ദേ ഹാവ് കീവേ, ദേ ആർ യൂസ്ഡ് വെയർ ദി കീവേസ് ആർ കട്ട് ഇൻ ദ ഹബ് ഓൺലി. അതായത് നമ്മളിപ്പോൾ ഒരു ഷാഫ്റ്റും അതിൻ്റെ പുറത്ത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഹബ്ബും നമ്മൾ നോക്കുകയാണെങ്കിൽ, സപ്പോസ്
this is the shaft and you have a hub that is mounted on the shaft. ഇതാണ് നമ്മുടെ കീവേ എന്ന് വിചാരിക്കും. ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. Sorry, this is the shaft and you have a hub that is mounted. അപ്പോൾ സാഡിൽ കീസിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ഹബിനകത്ത് മാത്രമേ നമ്മൾ ഒരു കീവേ കട്ട് ചെയ്യുള്ളൂ. ഷാഫ്റ്റിൻ്റെ സർഫസിൽ കീവേ ഉണ്ടാവില്ല. ദിസ് കീവേ വിൽ ബി ഓൺലി be machined on the inner surface of the hub. ഒന്നീ ഹബ് ആവാം, അല്ലെങ്കിൽ ബെയറിംഗ് ആവാം, അല്ലെങ്കിൽ പുള്ളി ആവാം. So only on this object we will be cutting a keyway. ഷാഫ്റ്റിൻ്റെ പുറത്ത് നമ്മൾ കീവേ ഒന്നും കട്ട് ചെയ്തില്ല. So for that purpose വളരെ ലൈറ്റ് ആയിട്ടുള്ള ലോഡ്സ് മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. And usually used where no axial movement along the shaft is required. അതായത് ആക്സിയൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന് ഷാഫ്റ്റിന്റെ ആക്സിസുമായിട്ടുള്ള ഒരു റിലേറ്റീവ് മൂവ്മെന്റ് അവിടെ ആവശ്യം വരുന്നില്ല. This is only to fix this object over this shaft, used for light duty purposes. കൂടുതൽ ലോഡ് വന്നു കഴിഞ്ഞാൽ there is a tendency for that component or that hub to slip on the surface of the shaft. അപ്പോൾ ലോഡ് കൂടിക്കഴിഞ്ഞാൽ അത് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. So you do not use the saddle key. This is actually saddle key. This is saddle key. Then next, the different types of saddle keys. First is a hollow saddle key. Hollow saddle key എന്ന് പറയാൻ കാരണം ഇതാണ് ആ കീയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. If you look at the bottom portion, you can see that there is a small concave surface. ഒരു കോൺകേവ് ആയിട്ടുള്ള ഒരു കർവ്ഡ് സർഫസിനാണ് അത് മെഷീൻ ചെയ്തിട്ടുള്ളത്. That is because if there is a shaft like this, ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഷാഫ്റ്റിന് പുറത്തായിരിക്കും ഇത് മൗണ്ട് ചെയ്യുക. സോ ആ ഷാഫ്റ്റിൻ്റെ ആ ഒരു കർവ്ഡ് സർഫസിൽ അത് കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് ഇരിക്കുന്ന ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺകേവ് സർഫസ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ സച്ച് എ ടൈപ്പ് ഓഫ് കീ is known as a hollow saddle key. There will be a taper on one side, that is a taper of 1 in 100, which means if you move for a distance of 100 mm distance move ചെയ്യുമ്പോൾ the thickness, suppose T is the maximum thickness, the thickness will reduce by 1 mm. So after 100 mm, this thickness will be equal to T minus 1 mm. That is the meaning of 1:100. So hollow saddle key എന്ന് പറഞ്ഞാൽ അതാണ്. Then we have flat saddle key where the surface will be flat. Flat saddle key usually ഒരു rectangular അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് കീ ആയിരിക്കും. This will be its cross section. നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ it will be having a rectangular cross section. There won't be any taper. Usually there won't be any taper for a flat saddle key. Taper ഉണ്ടാവില്ല. So flat saddle key, again it is mounted on top of the shaft and it will, or it has the ability to transmit more load than the hollow saddle key. ഇപ്പോൾ ഹോളോ സാഡിൽ കീയെക്കാളും കുറച്ചുകൂടെ ഹയർ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഫ്ലാറ്റ് സാഡിൽ കീ മൗണ്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ്സിനുണ്ട്. Then according to the calculations, if D is the diameter of the shaft, suppose നമ്മുടെ larger ഷാഫ്റ്റിൻ്റെ diameter D ആണെങ്കിൽ, then width of the key can be calculated as approximately D/4. Suppose ഇപ്പോൾ ഒരു 50 mm ആണ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എങ്കിൽ 50/4 ആയിരിക്കും ആ ഒരു കീയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആൻഡ് തിക്നെസ് അറ്റ് ദി ലാർജർ എൻഡ് വിൽ ബി ഈക്വൽ ടു W/3 ഓർ D/12. 50/12 ആയിരിക്കും അതിൻ്റെ ലാർജർ സൈഡിലുള്ള തിക്നെസ് എന്ന് പറയുന്നത്.
Taper usually it is 1:100. Flat saddle key ചില flat saddle keysന് taper ഉണ്ടാവാം, ചിലതിന് ഉണ്ടാവില്ല. Length of the key is equal to, or it ranges from diameter to 1.5 times the diameter of the shaft. അതായത് if you are taking 50 as the diameter, it will range from 50 to 1.5 times 50 mm. That is the total length of the key. സോ ആ ഷാഫ്റ്റിൻ്റെ ഫുൾ ലെങ്ത്തിലേക്ക് ചിലപ്പോൾ ആ കീ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ d ആണെങ്കിൽ ലെങ്ത് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഡയമീറ്റർ. Then we come to sunk keys. Sunk key usually നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി പർപ്പസിനാണ്. കാരണം if you take the shaft, suppose this is the shaft, ഇതിനകത്ത് നമ്മൾ key ways കട്ട് ചെയ്യുന്നുണ്ട്. So key ways are cut on the shaft as well as on the hub or on the component that is mounted over the shaft. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും നമ്മൾ key ways കട്ട് ചെയ്യുന്നുണ്ട്. Suppose if T is the thickness of the key, കീയുടെ ടോട്ടൽ തിക്നെസ് T ആണെന്ന് വിചാരിക്കുക, then half that thickness will be inserted in the shaft. ഇതാണ് ഷാഫ്റ്റ് എങ്കിൽ ഇവിടെ വരയ്ക്കാം. Suppose if this is the shaft and you have a keyway that is cut in the shaft, അപ്പോൾ കീയുടെ പകുതി ഭാഗം ഈ ഒരു കീവേക്കകത്തായിരിക്കും ഉണ്ടാവുക, ബാക്കിയുള്ള പകുതി ഭാഗം കയറിയിരിക്കുന്നത് ആ ഒരു മൗണ്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിലായിരിക്കും. മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഹബിന് അകത്തൂടെയും അത് കയറിയിരിക്കുന്നുണ്ടാവും. സോ 0.5 times thickness will be there here, and here also there will be 0.5 times the thickness of the key. അപ്പോൾ പകുതി ഭാഗം, കീയുടെ പകുതി ഭാഗം ആ ഷാഫ്റ്റിനകത്തും കീയുടെ ബാക്കിയുള്ള പകുതി ഭാഗം ആ ഒരു ഹബിനകത്തുമാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ആ രണ്ട് കോമ്പണൻസും തമ്മിൽ നല്ല ഒരു ജോയിനിങ് ഉണ്ടാകുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ട്രാൻസ്മിറ്റ് ഹെവി ലോഡ്സ്. അതുകൊണ്ടാണ് ഈ സങ്ക് കീസ് ഹെവി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. ദെൻ വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് സങ്ക് കീ ഇസ് എ ടേപ്പർ സങ്ക് കീ. അതായത് ടേപ്പർ ഉള്ള ടൈപ്പ് സങ്ക് കീ ആണ്. It can be either rectangular cross section or square cross section. Rectangular cross section ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് അതിൻ്റെ തിക്നെസ്സും വിഡ്ത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ തിക്നെസ്സും വിഡ്ത്തും രണ്ടും സെയിം ആയിരിക്കും. So this is the sunk taper key. So here you can see this is the shaft and T is the thickness of this key. So the keyway ഇതിനകത്ത് കട്ട് ചെയ്തിരിക്കുന്ന കീവേയുടെ ഡെപ്ത് എന്ന് പറയുന്നത് T/2 ആണ്. അപ്പോൾ കീ നമ്മൾ കയറ്റി വെക്കുമ്പോൾ T/2 എന്ന് പറയുന്ന തിക്നെസ് ഇതിനകത്തേക്ക് കയറിയിരിക്കും. ആൻഡ് ദിസ് ഇസ് ദി ഹബ്. ഹബിൻ്റെ അകത്ത് ഇൻസൈഡ് സർക്കംഫറൻസിലും ഒരു കീ വേ കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ടേപ്പേർഡ് കീ വേ, ടേപ്പർ ചെയ്തിട്ടുള്ള കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് എ റെക്ടാങ്കുലർ കീ ആൻഡ് ഇസ് എ ടേപ്പേർഡ്, ഇപ്പോൾ റെക്ടാങ്കുലർ ആയിട്ടുള്ള ടേപ്പേർഡ് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സൈഡിലുള്ള തിക്നെസ് വലുതായിരിക്കും, ഒരു സൈഡിൽ സപ്പോസ് സ്മോൾ ടി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ സ്മോൾ ടി വിൽ ബി ലെസ്സർ. അപ്പോൾ ഇത് ഒരു ഫ്ലാറ്റ് സൈഡാണ്. ഒരു സൈഡ്, വൺ സൈഡ് ഓഫ് ദ കീ വിൽ ബി ഫ്ലാറ്റ് ആൻഡ് ദി അതർ സൈഡ് വിൽ ബി ടേപ്പേർഡ്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ് നമ്മൾ ഈ ഷാഫ്റ്റിനകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. ആൻഡ് ദി ടേപ്പേർഡ് സർഫസ് വിൽ ബി മൂവ്ഡ് ഓവർ ദ ഹബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹബിൽ കട്ട് ചെയ്തിരിക്കുന്ന കീവേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടേപ്പറിങ് കീവേ. ഇതുപോലെ പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കീവേ ആയിരിക്കത്തില്ല. ഹബിൽ കട്ട് ചെയ്യുന്ന കീവേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടേപ്പറിങ് കീവേ. കാരണം ഇതൊരു ടേപ്പേർഡ് കീ ആണ്. ഇപ്പോൾ ഫ്ലാറ്റ് സർഫസ് താഴെ വെച്ച് കഴിഞ്ഞാൽ ദ കീ വിൽ ബി കമ്മിങ് ആസ് എ ടേപ്പേർഡ് ഇറ്റ്. ഇങ്ങനെ ഒരു ടേപ്പേർഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ആ ടേപ്പറിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കാനായിട്ട് നമ്മുടെ ഹബിൽ മെഷീൻ ചെയ്തിരിക്കുന്ന കീവേയും ടേപ്പേർഡ് ആയിരിക്കും. So that is sunk taper key. Then parallel sunk key. അപ്പോൾ സങ്ക് കീയുടെ തന്നെ വേറെ ഒരു ടൈപ്പാണ് പാരലൽ സങ്ക് കീ. പാരലൽ സങ്ക് കീ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദർ ഇസ് നോ ടേപ്പർ.
ടേപ്പർ ഉണ്ടാകത്തില്ല. രണ്ട് സർഫസും, മേളത്തെ സർഫസും കീഴെ താഴത്തെ സർഫസും രണ്ടും പാരലലാണ്. ആൻഡ് യൂഷ്വലി ഇറ്റ് ഹാസ് എ റെക്ടാങ്കുലർ ഓർ സ്ക്വയർ ക്രോസ് സെക്ഷൻ. അതിൻ്റെ എൻഡ്സ് വന്നിട്ട് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് കൊടുക്കാറുണ്ട്. And this is used in cases where the hub can or it is used to slide over the shaft. അതായത് നമുക്കിപ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഷാഫ്റ്റിനകത്തൂടെ നമ്മളൊരു കീവേക്കകത്തൂടെ ഒരു കീ ഇട്ടു. ആൻഡ് ദെൻ വി ഹാവ് ദി ഹബ്. ഹബിനെ നമ്മൾ മൗണ്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഈ ഹബിനെ സപ്പോസ് ദിസ് ഹബ് has to be moved longitudinally to the left side or the right side. ഇതൊരു ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിന് പാരലായിട്ട് ഈ ഒരു ഹബിനെ ഈ ഷാഫ്റ്റിൻ്റെ പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there we can use parallel sunk key. ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. The rotational motion or relative rotational motion is not permitted. അതായത് ഈ ഒരു ഹബിന് ഈ ഷാഫ്റ്റിന് മേളിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് രണ്ടിനെയും നമ്മൾ കീ വെച്ചിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് കനോട്ട് ടേൺ ബട്ട് ഇറ്റ് ക്യാൻ സ്ലൈഡ് ഓവർ ദി ഷാഫ്റ്റ്. സോ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലാണ് സാറ് നമ്മൾ പാരലൽ സങ്ക് കീ യൂസ് ചെയ്യുന്നത്, വേർ സ്ലൈഡിംഗ് മോഷൻ ഇസ് പെർമിറ്റഡ്. Then we have another type of sunk key known as feather key. Feather key എന്ന് പറഞ്ഞാൽ it permits relative axial motion and we have some projections on the key like this. ഇതുപോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കീ എളുപ്പത്തിൽ നമുക്കൊന്ന് എടുത്ത് മാറ്റാൻ, ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രൊജക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി feather keys again they are used where axial movement is necessary. നേരത്തെ പറഞ്ഞ ഒരു സ്ലൈഡിംഗ് മോഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫെദർ കീസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ഫെദർ കീസ് ആർ ഐദർ സ്ക്രൂഡ്. ഇത് സാറിന് നമ്മൾ സ്ക്രൂ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. ഐദർ യൂസിങ് ഡബിൾ സ്ക്രൂ ഓർ ഐദർ യൂസിങ് എ സിംഗിൾ സ്ക്രൂ. സോ യൂഷ്വലി ഫെദർ കീസിനെ നമ്മൾ ഷാഫ്റ്റിലേക്ക് സ്ക്രൂ ചെയ്താണ് വെക്കാറുള്ളത്. Then the next type is Woodruff key. Woodruff key again it is a type of sunk key where in the shaft we have a slot that is cut in the form of a semicircular disc. അതായത് ഒരു സെമി സർക്കുലർ ഡിസ്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ഷാഫ്റ്റിനകത്ത് ഒരു സ്ലോട്ട് കട്ട് ചെയ്യുകയും സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു കീ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കീ നമ്മൾ ഈ ഒരു ഷാഫ്റ്റിൻ്റെ സ്ലോട്ടിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഇസ് ദ കീ. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അത് നമ്മൾ ആ ഷാഫ്റ്റിൻ്റെ ആ ഒരു സ്ലോട്ടിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ദിസ് ഇസ് ദ കീ, ഇറ്റ് ക്യാൻ ബി ടിൽറ്റഡ് ടു ഐദർ സൈഡ്. ഒന്നുകിൽ ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ നമുക്ക് അതിനെ ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ ഇഫ് യു ആർ മൗണ്ടിങ് ദ ഹബ് ഓവർ ദിസ് വുഡ്രഫ് കീ, ഈ കീക്ക് സെൽഫായിട്ട് അലൈൻ ചെയ്തിരിക്കാനായിട്ട് പറ്റും. ഫോർ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിളിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് അത് കയറ്റിയിരിക്കണമെങ്കിൽ അങ്ങനെയും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ സെൽഫ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നതാണ് ഈ വുഡ്രഫ് കീയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ്. സോ അക്കോർഡിംഗ് ടു ദ ടേപ്പർ, ഇപ്പോൾ നമ്മൾ ഹബിൽ എന്തെങ്കിലും ഒരു ടേപ്പറിലാണ് അത് കട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ വി ക്യാൻ ഈസിലി പുട്ട് ദിസ് ഹബ് ഓവർ ദിസ് വുഡ്രഫ് കീ. അപ്പോൾ അത് ടേപ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹബ്ബാണ് അതിനകത്തേക്ക് കയറ്റുന്നതെങ്കിൽ, ആ ഷാഫ്റ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതെങ്കിൽ, ദെൻ സപ്പോസ് ദിസ് ഇസ് ദ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിലുള്ള ഒരു സ്ലോട്ടാണ് വരച്ചിരിക്കുന്നത്. ആൻഡ് we are inserting a hub which has a tapered keyway. അങ്ങനെ ടേപ്പേർഡ് കീവേ നമ്മൾ കയറ്റി വെക്കുമ്പോൾ എന്ത് പറ്റും, ആ വുഡ്രഫ് കീയും അതുപോലെ ഒന്ന് തിരിഞ്ഞൊന്ന് ചരിഞ്ഞ്
കറക്റ്റായിട്ട് അലൈൻ ചെയ്തിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ അലൈൻ ഇറ്റ് സെൽഫ് ടു എനി ടേപ്പർ ആംഗിൾ ഓഫ് ദി ഹബ്. ഹബിൻ്റെ ടേപ്പർ ആംഗിൾ അനുസരിച്ച് ഈ വുഡ്റഫ് കീ ആ പർട്ടിക്കുലർ ആംഗിളിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. സോ ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് വുഡ്റഫ് കീ. Then the next type of, it is not actually a key but അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് സ്പ്ലൈൻ ഷാഫ്റ്റ്. സോ സ്പ്ലൈൻ ഷാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ വെൻ the hub is or the hub has to slide or undergo a longitudinal motion along the shaft surface. സാധാരണ നമ്മൾ ഗിയേഴ്സിനെയൊക്കെ നമ്മൾ ഗിയർ ബോക്സിനകത്ത് ഗിയേഴ്സിനെയൊക്കെ സ്ലൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്പ്ലൈൻ ഷാഫ്റ്റുകൾ ഉപയോഗിക്കാറുള്ളത്. സോ സ്പ്ലൈൻ ഷാഫ്റ്റ് മീൻസ് ഇഫ് യു ഹാവ് എ ഷാഫ്റ്റ്, cylindrical shaft, so some portion of the shaft will be removed or machined off at regular intervals so that you will be seeing it as groove. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു ഗ്രൂവ്ഡ് ഷാഫ്റ്റ് ആയിട്ട് അതിനെ കാണാനായിട്ട് പറ്റും. സോ ദിസ് ഗ്രൂവ്ഡ് ഷാഫ്റ്റ് ഇസ് ആക്ച്വലി നോൺ ആസ് ദി സ്പ്ലൈൻ ഷാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് എ ഹബ്, ആ ഹബിൻ്റെ ഇൻസൈഡ് പോർഷനും ഇതുപോലുള്ള നമ്മൾ മെഷീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ദിസ് ഹബ് ക്യാൻ ബി യൂസ് ടു സ്ലൈഡ് ഓവർ ദി സർഫസ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ സ്പ്ലൈൻ ഷാഫ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് ദ സ്പ്ലൈൻ ഷാഫ്റ്റ് ആൻഡ് ദിസ് ഇസ് ദി ഹബ്. ഈ ഹബിന് അകത്തുള്ള പോർഷൻസ് അതിനനുസരിച്ച് മെഷീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് ഹബ് വിൽ ബി പുട്ട് ഓവർ ദിസ് ഷാഫ്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ സ്ലൈഡ് longitudinally or axially along the surface of the shaft. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ആക്ച്വൽ പിക്ചർ കാണാം. ദിസ് ഇസ് ദ ഹബ് ആൻഡ് ദിസ് ഹബ് ക്യാൻ ബി മൂവ്ഡ് along the splined shaft. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻസ് മെയിൻലി ഗിയർ ബോക്സിലൊക്കെയാണ് ഇത് വരുന്നത്. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലാണ് സ്പ്ലൈൻ ഷാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ബട്ട് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്പ്ലൈൻ ഷാഫ്റ്റ് ഈസ് നമ്മൾ കുറച്ച് പോർഷൻസ് ഇവിടെ നമ്മൾ മെഷീൻ ചെയ്ത് കളയുന്നുണ്ട്. So due to this, stresses will be developed in this shaft and after a period of time it can fail. കുറച്ച് കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനും അതുപോലെ അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്, കാരണം ഇതുപോലുള്ള മെഷീൻഡായിട്ടുള്ള സർഫസസ് ഉള്ളതുകൊണ്ട്. So in order to overcome that disadvantage, we use something known as serrated shafts. അപ്പോൾ സ്പ്ലൈൻ ഷാഫ്റ്റ്സിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറേറ്റഡ് ഷാഫ്റ്റ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നില്ല. പക്ഷേ സ്പ്ലൈൻ ഷാഫ്റ്റ്സിന് അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഇറ്റ് ലാക്സ് സ്ട്രെങ്ത്, റെഡ്യൂസ്ഡ് സ്ട്രെങ്ത് ആണ് ഉള്ളത്. അപ്പോൾ റെഡ്യൂസ്ഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട് വി യൂസ് സെറേറ്റഡ് ഷാഫ്റ്റ്സ്. സെറേറ്റഡ് ഷാഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are a large number of smaller grooves that are cut along the surface. നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ഗ്രൂവുകളാണ്. സോ യു ക്യാൻ സി ഒരുപാട് മെറ്റൽ അവിടെ റിമൂവ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ അതിനകത്ത് വരുന്നില്ല. thereby it has a comparatively more strength when compared to spline shaft. So there are a number of corresponding grooves cut on the shaft and also on the hub or the mating piece, and they are tightly pressed over each other. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് മെയിൻലി ഇൻ എയർക്രാഫ്റ്റ് അസംബ്ലീസ്. ഇപ്പോൾ നോർമൽ ആപ്ലിക്കേഷൻസിൽ അങ്ങനെ നമ്മൾ സെറേറ്റഡ് ഷാഫ്റ്റ്സ് കാണാറില്ല. വി ആർ മെയിൻലി യൂസിങ് ഇറ്റ് ഇൻ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി. എയർക്രാഫ്റ്റ് അസംബ്ലീസിലാണ് സാധാരണ നമ്മളത് യൂസ് ചെയ്യാറുള്ളത്. So that is the serrated shaft. So that much about the different keys that are used, mechanical keys. ഇത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കാൽക്കുലേഷൻസ് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. മെയിൻലി ദ ടേപ്പർ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ അതിനെ വരയ്ക്കുന്നത്. So we also have other type of keys known as round keys. Round keyയിലും again we have two different classification, that is the parallel type and taper type. അപ്പോൾ റൗണ്ട് കീ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ് മീൻസ്
that the key that we are using is cylindrical in shape. So we have, suppose we have a shaft here, then the keyway is cut in a cylindrical manner. ഒരു semicircular keyway ആണ് നമുക്ക് അവിടെ കട്ട് ചെയ്യുക, and the key will be cylindrical in shape. So this keyway is cut both on the shaft as well as on the hub. അപ്പോൾ ഷാഫ്റ്റിൻ്റെ പുറത്ത് മൗണ്ട് ചെയ്തിരിക്കുന്ന ഹബിനകത്തും നമ്മൾ അതുപോലെ ഒരു സിലിണ്ടറിക്കൽ സെമി സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു കീവേ കട്ട് ചെയ്യും, ആൻഡ് വി ഇൻസേർട്ട് ദിസ് കീ ഇൻ ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ അതിൻ്റെ ഒരു എലിവേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. So this is the cylindrical key, and this is the shaft, and this is the hub. And suppose if the diameter of the round key is small d, and if capital D is the diameter of the shaft, then usually keyയുടെ diameter എന്ന് പറയുന്നത് it will be equal to 1/6 of the diameter of shaft, that is capital D by 6. So this is usually the ratio that we follow. Small d is equal to capital D by 6. So round keys ഇത് fully cylindrical ആയിട്ടാണ് അതിൻ്റെ cross section ഇരിക്കുന്നതെങ്കിൽ, if it is parallel, then suppose if this diameter is d and this diameter is also d, it is known as a parallel round key. And if one of the diameter is smaller and the other is larger, suppose if d1 and d2, such that if d1 is greater than d2, that means if there is a taper ഉണ്ടെങ്കിൽ we call it as a taper round key. So these are the two different types of round keys: parallel round key and taper round key. Then we have also other different types of keys like tangent key. Tangent key എന്ന് പറഞ്ഞാൽ, in the shaft we cut the grooves such that it is as if a tangent is passing through the surface of the shaft. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഷാഫ്റ്റിൽ ഗ്രൂവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റെക്ടാങ്കുലർ കീസിനെ നമ്മൾ ഇതുപോലെ അലൈൻ ചെയ്യുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ദ ടാൻജൻറ്റ് കീ. സോ അഗെയിൻ സിമിലർ ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കീവേ ആയിരിക്കും നമ്മുടെ ഹബിനകത്ത് ഉണ്ടാവുക. സപ്പോസ് വി ആർ ഡ്രോയിങ് എ ഹബ്, ആൻഡ് ദാറ്റ് hub will have a groove or a keyway like this. അത് ഇതിനകത്ത് ഫിറ്റ് ആയിട്ടിരിക്കും. And the tangent key is mainly used where we have to transmit very heavy loads. Large heavy duty shaftsലാണ് നമ്മൾ tangent keys ഉപയോഗിക്കുന്നത്. So that is tangent key. And we also have another type of key known as Kennedy key. Kennedy key എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, here you can see we are using square type keys which are mounted at 90 degrees to each other. ഇത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് it is 90 degree. So if you are making such an arrangement, if you cut the keyways like this on the shaft at right angles to each other, എന്നിട്ട് അതിനകത്ത് നമ്മൾ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള കീ കയറ്റി വയ്ക്കുകയാണെങ്കിൽ, then such a type of key is known as a Kennedy key. Again, this is used for very heavy load transmission. വളരെ ഹെവി ഡ്യൂട്ടി ട്രാൻസ്മിഷൻ ആണ് നമ്മൾ സാധാരണ കെന്നഡി കീസും അതുപോലെ തന്നെ നമ്മുടെ ടാൻജൻറ്റ് കീസും ഉപയോഗിക്കുന്നത്. So all these are the different types of keys that are used for connecting the shaft with the hub.